മുനിസിപ്പാലിറ്റിയാണ് ആദ്യം വരുന്നത്. 7 റൗണ്ടുകളിലെ 7ാമത്തെ റൗണ്ട് അടക്കം 8ാമത്തെ റൗണ്ടിലാണ് കുറച്ച് പിരായിരി ബൂത്തുകൾ കയറി വരുന്നത് മുനിസിപ്പാലിറ്റി തീരുന്നതുകൊണ്ട്. 11, 12, 13 മാത്തൂര് തുടങ്ങും. 11-ൽ 12-ലെത്തുമ്പോഴേക്കും മാത്തൂരിന്റെ കൂടെ 2 ബൂത്തുകൾ കൂടി കണ്ണാടിയുടെ വരും. 13-ൽ എക്സ്ക്ലൂസീവായിട്ട് കണ്ണാടി ഉണ്ടാകും. പിന്നെ 14ാമത്തെ റൗണ്ടും കൂടി 2 ബൂത്തുകൾ മെഷീനുകൾ മാത്രമേ അതിലുള്ളൂ. നഗരസഭയിലെ വോട്ടിംഗ് കുറഞ്ഞത് നഗരസഭയിൽ വോട്ടിംഗ് അത് വളരെ തുച്ഛമായ വോട്ടാണ്, എണ്ണമാണ് കുറഞ്ഞത്. 2000-ഓളം. ബിജെപിക്ക് 2000 വോട്ട് ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന് അവകാശം ഉന്നയിച്ചാൽ പോലും അവർക്ക് വലിയ ലീഡ് ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ 34,000 വോട്ട് പിടിച്ചവരാണ്. അവരതിൽ 30-ന് താഴെയിലേക്ക് വരും. 28 നമ്മൾ കാണുന്ന ഒരു ഫിഗർ. ഒരു 30 വരെയൊക്കെ അവരെത്തും എന്നുള്ളത് നമ്മളത് അനുമാനിച്ചേ പറ്റൂ. കണക്കുകൾ എങ്ങനെയാണ്? രണ്ടാം സ്ഥാനത്തെത്തുക. 3ാം സ്ഥാനത്തെത്തുന്നത് ഞാൻ നേരത്തെയും പറയുന്നുണ്ട്, UDF നിലംപരിശാകുന്ന ഒരു സാഹചര്യം ഇത്തവണത്തെ ജനവിധിയിലുണ്ടാകും. അപ്പൊ 2ാം സ്ഥാനത്തെത്തുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വിജയഗാനം വരെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണക്കുകളുടെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നില്ല. ആത്മവിശ്വാസം 1-2 പേര് പറയുന്നതിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പാണ് അവിടെ. വർക്ക് ചെയ്തവരുടെ ആത്മവിശ്വാസം പ്രതിഫലിക്കുന്ന ഒരു രീതിയിലല്ല ആ ഗാനം പുറത്തിറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അഥവാ ആ ഗാനം അവരെല്ലാം ഇവന്റ് മാനേജ്മെന്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു സംവിധാനത്തിലാണ് കഴിഞ്ഞ 40 ദിവസമായിട്ട് UDFന്റെ ക്യാമ്പ് ഇവിടെ ചലിച്ചത്. അപ്പൊ അതിൽ അവസാന കോൺട്രാക്ട് ആയിരിക്കാം വിജയഗാനം. അതും അവര് ഉത്തരവാദിത്തോടു കൂടി ചെയ്തു നൽകി. അതാരോ ലീക്ക് ചെയ്തു. അതാരാന്ന് അന്വേഷിക്കണം. മിക്കവാറും അന്വേഷണത്തിൽ നിന്നായിരിക്കും ആദ്യത്തെ നടപടിയൊക്കെ ഉണ്ടാവും. ഒരുപാട് ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അരുൺ പറഞ്ഞ പോലെ ലീക്കുകൾ ഒരുപാട് ഉണ്ടായിട്ട് അത് വോട്ടിലെ ലീക്ക്. ആദ്യത്തെ 2 റൗണ്ട് കഴിയുമ്പോൾ ആ ലീക്ക് കൃത്യമായി മനസ്സിലാവും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടല്ലോ. ജനങ്ങളുടെ പ്രതീക്ഷയല്ലേ ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കേണ്ടത്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് റിസൾട്ട് ഉണ്ടാവുന്നു. അതിന്റെ അനന്തരഫലങ്ങൾ വേറെ ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ജനങ്ങൾക്ക് ആഗ്രഹിച്ച റിസൾട്ട് നൽകാൻ സാധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊന്ന് പോയി പറഞ്ഞിട്ട് വരാം. സരിൻ ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ്. സരിൻ എന്തായാലും ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷവും മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ ഒരു മടിയും ഉണ്ടായിട്ടില്ല. ഇന്ന് തന്നെ അദ്ദേഹം 2 തവണ മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരേ കാര്യം തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. പാലക്കാട് നഗരസഭ പരിധിയിൽ UDFന്റെ വോട്ടുകൾ കുറയും എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP എത്ര ലീഡ് എടുത്താലും അവിടെ 2ാമത് LDF വരും എന്നുള്ള കാര്യമാണ് സരിൻ ആവർത്തിക്കുന്നത്. പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ LDFന് ആധിപത്യം കിട്ടും എന്നുള്ള കാര്യവും സരിൻ പറയുകയാണ്. ചേലക്കരയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്ഥലത്ത് ചേലക്കരയിൽ പക്ഷേ ഈ വരവൂരിനെ മാത്രം വെച്ചുകൊണ്ട് അളക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നുകൂടിയുണ്ട് അല്ലേ? അതെ, ചേലക്കരയിൽ വരവൂരിനെ മാത്രമല്ല, ചേലക്കരയുടെ പ്രത്യേകത 9 തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഏറെക്കുറെ വലിപ്പമില്ലാത്ത ചെറിയ തദ്ദേശ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഓരോ ഇടത്തെയും വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രകടമാണ്, ഈ ആദ്യ ഒരു 5 റൗണ്ടെങ്കിലും കൃത്യമായ ലെഫ്റ്റിന് വലിയ മജോറിറ്റി കീപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഒരു അട്ടിമറി സൂചന അവിടെ ഉണ്ടാകുമെന്നത് വളരെ വ്യക്തമാണ്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. ഡാനി, ഈ നമ്മൾ ചേലക്കരയുടെ രാഷ്ട്രീയം പറയുമ്പോൾ സംസ്ഥാനത്ത് ഈ ഭരണവിരുദ്ധ വികാരം പ്രകടമാകാൻ സാധ്യതയുള്ള ഒരു ഇടം ചേലക്കരയാണ്. കാരണം ആ മണ്ഡലത്തിന്റെ സ്വഭാവം അതാണ്, അവിടുത്തെ മത്സര ചിത്രവും അങ്ങനെ തന്നെയാണ്. ചേലക്കരയിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ലീഡ് സംബന്ധിച്ച കൃത്യമായ സൂചനകളില്ലെങ്കിൽ അവിടെ അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? സജിത, കൃത്യമായ നിരീക്ഷണമാണ്. കാരണം ഈ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യ പരിഗണനയിലേക്ക് എണ്ണി തുടങ്ങുന്നത് ഈ വരവൂരും ദേശമംഗലവും അതോടൊപ്പം തന്നെ വള്ളത്തോൾ നഗറും എല്ലാം ഉൾപ്പെട്ടിരുന്ന ഒരു മേഖലകളാണ്. അത് കൃത്യമായൊരു ഇൻഡിക്കേഷൻ തന്നെയായിരിക്കും. അതിൽ ഇപ്പോൾ പറയുന്ന ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ചെറിയ ശതമാനത്തിന് ലീഡ് ചെയ്താൽ പോലും അത് ഇടത് മുന്നണിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി സമ്മാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത് നല്ല മെജോറിറ്റിയിൽ പോകുക, പരമാവധി ലീഡ് ആദ്യഘട്ടത്തിൽ ഇത്തരം അവരുടെ ഒരു കുത്തകളായ ഒരു പരമ്പരാഗത വോട്ടിംഗ് ഷെയറുകൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് പരമാവധി വോട്ട് നേടിപ്പിടിക്കുക എന്നതാണ്. അത് വലിയ 5000-ന് മുകളിലടക്കം ഇത് കൊണ്ടുചെന്നാൽ മാത്രമേ അത് അവസാന ഘട്ടത്തിലേക്ക് മുതൽക്കൂട്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ പോലും വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തവണ ശ്രദ്ധിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം അത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് UDF ഇത്തവണ ഈ ചേലക്കരയിൽ ആ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും
അടിത്തട്ട് ഇളക്കി മറിക്കുന്ന രീതിയിൽ തന്നെ ഒരു ക്യാമ്പയിനിലേക്ക് പോകുകയുമായിരുന്നു ചെയ്തത്. നമ്മളതെല്ലാം തന്നെ കണ്ടതാണ്. കുടുംബയോഗങ്ങൾ നടത്തി കൃത്യമായ രീതിയിൽ തന്നെ വോട്ടർമാരെ കാര്യങ്ങളിലേക്ക് എത്തിക്കുക. എന്തായിരുന്നു ഈ മണ്ഡല രൂപീകരണ സമയത്ത് 67-കളിൽ തൊട്ട് പിന്നീട് ഏതാണ്ട് 80-കൾ വരെയും കൃത്യമായി UDF-ന് മേൽക്കൈ ഉണ്ടായിരുന്ന, അപ്രമാദിത്വമുണ്ടായിരുന്ന ഒരു മണ്ഡലം പിന്നീട് 96-ന് ശേഷം തിരിച്ച് ഒഴുകുകയായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏത് രീതിയിൽ തന്നെ പ്രവർത്തിക്കാമെന്ന വ്യക്തമായ ക്യാമ്പയിനോടുകൂടി, വ്യക്തമായ ഗെയിം പ്ലാനോടുകൂടി തന്നെയായിരുന്നു UDF കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ക്യാമ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ വോട്ടിംഗ് ശതമാനത്തിൽ ഈ ഭൂരിപക്ഷത്തിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം മണ്ഡലത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 23 വർഷമായി തുടരുന്ന ആ ഇടതുമുന്നണിയുടെ തുടർച്ച അത് കൃത്യമായി നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പുകൾക്കുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ഇവിടുത്തെ ചേലക്കരയിൽ നിന്നുള്ളൊരു ശതമാന കണക്കും അതോടൊപ്പം വോട്ടിംഗ് കണക്കും ഏതാണ്ട് 5000 വോട്ടിന് മാത്രമേ ഇവിടുന്ന് ചേലക്കരയിൽ നിന്ന് ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം നേടാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. ആ ആശങ്ക തന്നെയാണ് UDF ക്യാമ്പിന് ആശ്വാസമാകുന്നതും മുതൽക്കൂട്ടാകുന്നതും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചേലക്കര തിരിച്ചു പിടിക്കാൻ UDF-ന് അനുകൂലമാകുന്ന രണ്ട് സാഹചര്യങ്ങളുണ്ട് അല്ലേ സഹിත? ഒന്ന് 2016-ൽ അന്ന് UDF സർക്കാരിന്റെ എതിരെയുള്ള ഒരു വികാരം നിലനിന്ന സമയത്ത് പോലും ചേലക്കരയിൽ UR പ്രദീപിന്റെ ഭൂരിപക്ഷം കുറവായിരുന്നു അല്ലേ? രാധാകൃഷ്ണൻ 2021-ൽ വന്നപ്പോഴാണ് ഈ 39,000-ന്റെ ലീഡിലേക്ക് വന്നത്. അത് മാത്രമല്ല, രാധാകൃഷ്ണൻ അത്രയും ലീഡ് നേടിയതിനു ശേഷം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ ജയിച്ചെങ്കിലും ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ ലീഡ് വളരെ കുറവായിരുന്നു. 5000-ഓളം വോട്ടുകളുടെ ലീഡേ കിട്ടിയുള്ളൂ. ഈ ഘടകമാണ് UDF അനുകൂലമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ BJP-യുടെ വോട്ട് ആ മണ്ഡലത്തിൽ വർദ്ധിക്കുന്നുണ്ട് അല്ലേ? അതും ഒരു പ്രധാന ഘടകം. അതുപോലെ തന്നെ അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. ആ സുധീർ പിടിക്കുന്ന ആ വോട്ടുകൾ ആരുടെ വോട്ടുകൾ എന്ന് ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും UDF വോട്ടുകളാകുവാനാണ് സാധ്യത. കാരണം സുധീർ ഒരു UDF-കാരനാണ് അല്ലെ, കോൺഗ്രസ്സുകാരനാണ്. അത് കോൺഗ്രസിന്റെയും ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ സുധീർ അല്ലെ DMK അവരെ സഹായിക്കുമെന്ന് തോന്നിയിടത്താണ് അത് അവസാനം പ്രതിസന്ധിയായി മാറിയത്. അതുകൊണ്ട് അത് ഏത് തരത്തിൽ ഈ സുധീർ വോട്ടുകൾ പിടിക്കുന്നുള്ളത് UDF ക്യാമ്പ് പറയുന്ന കാര്യമായി വോട്ട് സ്വാധീനിക്കില്ലെന്നാണ്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അതൊരു ലാൻഡ് സ്ലൈഡ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും രമ്യ ഹരിദാസിന് ന്യായമായ വോട്ടുകൾ കൂടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ UR പ്രദീപ് എന്നുള്ളത് ഒരു മികച്ച കാൻഡിഡേറ്റ് ആണ് എന്നുള്ള കാര്യമുണ്ടല്ലേ? നമുക്ക്